ഇന്ന് നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി എത്രത്തോളം ഗൗരവത്തിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? ഇതൊരു അസാധാരണമായ ശരീരഭാഷയോടുകൂടി അസാധാരണമായ രീതിയിലുള്ള ഒരു താക്കീത് മുന്നറിയിപ്പുമൊക്കെയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ, അതായത് BJP വിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് പിന്നാലെ വന്നിരുന്നു. അതിൽ സന്ദീപ് പറയുന്നത്, കോൺഗ്രസിൻ്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ? ഇതാണ് സന്ദീപ് വാര്യറിൻ്റെ വെല്ലുവിളി. ഇപ്പോൾ VD സതീശൻ പറഞ്ഞ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാളയെ, പ്രതിഷേധിക്കാൻ കൊണ്ടുവന്ന കാളയെ അവിടെ BJP ഓഫീസിലേക്ക് കെട്ടിയിട്ടേക്ക്, നിങ്ങൾക്ക് നാളെ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, പ്രതിഷേധമായി കൊണ്ടുപോകാൻ ആവശ്യം വരുമെന്ന് പറഞ്ഞതിനെ സന്ദീപ് വാര്യറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി കൂട്ടിവെക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം CPM-നെതിരെ പറഞ്ഞാണ്, നിങ്ങൾ കാത്തിരിക്കൂ, ഇതാ വരുന്നുണ്ട് 2 ദിവസം, ഞാൻ പറഞ്ഞൊന്നും നടക്കാതിരുന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെട്ടതുപോലെ സമാന സ്വഭാവത്തിലുള്ള ഒരു ആരോപണ ചുഴിയിൽ വീഴാനുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, സൂക്ഷിച്ചോളൂ എന്ന് CPM-നോട് പറയുകയായിരുന്നു VD സതീശൻ ഇന്ന് ചെയ്തത്. VD സതീശൻ ചെയ്യേണ്ടത്, തൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെങ്കിൽ അതാണ് പുറത്തുവിടേണ്ടത്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നാളെ ഇങ്ങനെ വരും, മറ്റന്നാൾ ഇങ്ങനെ വരും എന്ന് പറയുന്നതിൽ കാര്യമില്ല. VD സതീശന് ഇത്തരം ഭീഷണികളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ആ തെളിവ് പുറത്തേക്ക് വരികയാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഒരു ഭീഷണി ഉയർത്തുകയല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഒരു പരാതി വരുന്നു, അതിനുശേഷം തുടർച്ചയായിട്ട് കുറേ പരാതികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഈ രീതിയിൽ ഞങ്ങൾക്ക് നേരെ നടത്തേണ്ട നിങ്ങൾക്കെതിരെയും നടത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊരു കോൺഗ്രസിന്റെ വാദം പരാതികളെ ഇല്ലാന്നാണല്ലോ സജീവൻ സർ. പരാതികളല്ല, കുറെ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കുറെ ശബ്ദ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് ടെക്സ്റ്റുകളൊക്കെ വരുന്നു. അല്ലാതെ പരാതി ഔദ്യോഗികമായി എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ അവരെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദവും ആയുധവും ഒക്കെ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഈ 2 കാര്യങ്ങളും പരാതിയില്ലല്ലോ. സത്യമാണ് അവർ പറയുന്നത്. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പോലെ ഒരൊറ്റയാളും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരോപണവുമായിട്ട് ഇന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ആരുടെ അടുത്തേക്കോ അങ്ങനെ വന്നിട്ടില്ല. ആ രീതിയിലാണ് എങ്കിൽ ആ ഒരു റിട്ടേൺ പരാതി ഇല്ലാത്ത സംഭവത്തിൽ, ഒരു FIR ഇടാൻ സാധ്യതയില്ലാത്തൊരു സംഭവത്തിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? അതിന് ആവശ്യമില്ലല്ലോ. ആരോപണങ്ങൾ പല ആളുകൾക്കെതിരെയും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായ സന്ദർഭങ്ങളിലൊക്കെ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഇതേപോലെ കോൺഗ്രസ്, മറ്റുള്ള CPM-നകത്ത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ള പാർട്ടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ ഇതേപോലെ ആരോപണങ്ങൾ നേരിട്ട ജനപ്രതിനിധികൾ വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും അവരെ ആരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അവരാരും സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്നോടാരും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ല. നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങാൻ ആർക്കും കഴിയില്ല. ഭരണപക്ഷത്തിന് കഴിയില്ല, മറ്റാർക്കും കഴിയില്ല, കോൺഗ്രസ്സുകാർക്കും പറ്റില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഇത് പറഞ്ഞ പോലെ റിട്ടേൺ പരാതിയില്ല. പക്ഷേ പറഞ്ഞ ഓരോ ആളുകളും, ഈ പുറത്ത് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായ കുറേ തെളിവുകളും മറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തൻ്റേതല്ല എന്ന് പറയുകയും ചെയ്യേണ്ടിയിരുന്നു. ആ ശബ്ദം എൻ്റേതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുമാനമോ ഒക്കെ താങ്കൾക്കുണ്ടോ? ആർക്കെതിരെയായിരിക്കും, ഏത് സ്വഭാവത്തിലുള്ള വിവരങ്ങളായിരിക്കും VD സതീശൻ ഈ കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇല്ല, അങ്ങനെ ആർക്കെതിരെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു അതൊരു തള്ളിക്കളയുന്നൊന്നുമില്ല. കാരണം മറ്റു പാർട്ടികളിൽ എല്ലാ ആളുകളും ശുദ്ധന്മാരാണ്, BJP-ക്കാർ ശുദ്ധന്മാരാണ്, CPM-കാർ ശുദ്ധന്മാരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ
ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ പുതിയ തെളിവുകളുമായിട്ടൊരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സതീശൻ ഇങ്ങനെ ഒരു തരത്തിൽ ഇപ്പോൾ ചെയ്തതുപോലെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നൊരു ഭീഷണിക്കാര്യം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയത്തിൽ ശരിയായിട്ട് നിലപാടല്ല. അവർക്ക് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, രാഹുലിൻ്റെ കാര്യം ക്ലോസ് ചാപ്റ്ററാണ് എന്ന് പറയാം. അത് ക്ലോസ് ചാപ്റ്റർ അല്ലല്ലോ. അതിപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണല്ലോ. രാഹുൽ എന്ന് പറയുന്ന ജനപ്രതിനിധി, കോൺഗ്രസിൻ്റെ MLA, അദ്ദേഹം സസ്പെൻഷനിലാണല്ലോ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടോ? അവിടെ ഒരു അന്വേഷണം നടത്താതിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി തലത്തിലൊരു അന്വേഷണം വേണമല്ലോ. അതില്ല. ഇത് അങ്ങനെ ഉണ്ടായിരിക്കെ പുതിയ തരത്തിലൊരു ആരോപണം. അപ്പോൾ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെ മറയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അതുപോലും പറയുന്നില്ല. കാരണം നമുക്കങ്ങനെ തള്ളിപ്പറയാൻ വേണ്ടി മറ്റു പാർട്ടികളിലൊക്കെ ശുദ്ധന്മാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു പക്ഷേ തെളിവുണ്ടായിരുന്നു. പക്ഷേ ആ തെളിവ് അദ്ദേഹം തെളിവുണ്ട് ഞാൻ എടുത്ത് കാണിക്കുമെന്ന് പറയുന്ന പോലെ അങ്ങനെ കാണിച്ചുകൊണ്ട് വരില്ല. കയ്യിലെ രേഖ കാണിച്ചിട്ട് രേഖയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഉള്ള രേഖ എന്താണോ, ഉള്ള തെളിവുകൾ എന്തെല്ലാമാണോ അത് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സതീശൻ ചെയ്യേണ്ടത്.